മലയാള ദൃശ്യമാധ്യമ രംഗത്ത് വ്യത്യസ്ത ശബ്ദമായി തലയുയർത്തി നിൽക്കുന്ന ജനം ടിവിയുടെ പിന്നിട്ട നാൾ വഴികളിലെ സുപ്രധാനമായ നാഴികക്കല്ലാണ് ശബരിമല യുവതീ പ്രവേശന വിധി. ആചാരാനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കാൻ നാമജപം മാത്രം ആയുധമാക്കി നിലനിന്ന ഭക്തർ മറ്റു മാധ്യമങ്ങൾക്ക് സമരക്കാരും അക്രമികളുമായപ്പോൾ ഭക്തർക്കൊപ്പം എന്ന പ്രഖ്യാപിത നിലപാടുമായി ജനം ടി വി വിശ്വാസ സമൂഹത്തിന് ആശ്വാസ കേന്ദ്രമായി. ഹൈന്ദവ സമൂഹത്തിന് നേരെ ഉയരുന്ന ഒരു വെല്ലുവിളി പോലും ചോദ്യം ചെയ്യപ്പെടാതെ പോകരുത് എന്ന സന്ദേശം കൂടിയാണ് ജനം ടി വി അന്ന് വ്യക്തമാക്കിയത്. അതേ ഉറച്ച നിലപാടിൽ 7 വർഷങ്ങൾ പിന്നിട്ട ജനം ടി വിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് ദേശീയതയിലൂന്നി വ്യത്യസ്ത ശബ്ദമായി മാറിയ ജനം ടി വി 7 വർഷം പൂർത്തിയാക്കുമ്പോൾ ആ വളർച്ചയുടെ പടവുകളിൽ ഒരിക്കലും മായാത്ത ലിപിയിൽ എഴുതി ചേർക്കപ്പെട്ട സുപ്രധാനമായ ഒരേടാണ് ശബരിമല. മലയാള ദൃശ്യമാധ്യമ രംഗത്ത് പുതിയൊരു ചാനൽ കൂടി എന്തിന് എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ഓരോ ഘട്ടത്തിലും നൽകിയാണ് ജനം ടി വി വളർച്ചയുടെ പടികൾ കയറിയത്. ഒരു ജനതയുടെ മുഴുവൻ പ്രതീക്ഷയും ആശ്വാസവും ആത്മവിശ്വാസവുമായും ഒരു സ്വകാര്യ ചാനലും മാറാൻ കഴിഞ്ഞു. ആ പദവി ജനം ടി വിക്ക് മാത്രം സ്വന്തമായ അലങ്കാരമാണ്. ആ അലങ്കാരം വെറുതെ അങ്ങനെ ചാർത്തി കിട്ടുകയായിരുന്നില്ല. 2018 സെപ്റ്റംബർ 28-നാണ് ശബരിമലയിൽ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി 10-നും 50-നും വയസ്സിനിടയിൽ പ്രായമുള്ള യുവതികൾക്ക് നിലനിന്നിരുന്ന പ്രവേശന വിലക്ക് സുപ്രീം കോടതി ഉത്തരവിലൂടെ പിൻവലിക്കുന്നത്. കോടിക്കണക്കിന് ഹൈന്ദവ വിശ്വാസികളുടെ വിശ്വാസങ്ങളുടെ മേൽ കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യത്തിന്റെ ചെങ്കൊടി കുത്താനുള്ള വഴിയായി ആ വിധി മാറുകയായിരുന്നു. എന്നാൽ ഉറങ്ങിക്കിടന്ന ഹൈന്ദവ സമൂഹത്തെ ഉഗ്രരൂപത്തിൽ ഉണർത്താനും ആ വിധിക്ക് കഴിഞ്ഞു. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിച്ച് ശബരിമലയിലേക്കെത്താൻ ഇടത് സഹചാരികളായ ആക്ടിവിസ്റ്റുകൾ കോപ്പുകൂട്ടി. ഇതിനെല്ലാം സർക്കാർ വേണ്ട പിന്തുണയും നൽകി. ഭരണകൂടത്തിന്റെ ഈ നീക്കങ്ങളെയെല്ലാം ചെറുത്തോൽപ്പിക്കാൻ ഭക്തരുടെ കണ്ണും കാതും നാവുമായി മാറാൻ ജനം ടി വിക്ക് കഴിഞ്ഞു. All I'm begging is, I'm coming here from 10 years of age. Ayyappa is like I live for him. Don't destroy this, please. I'm begging you. All the ladies who want to come. Nobody is stopping. Come after 50. There's nothing wrong. See, you are fighting for 5 people. There are 10 crore people like me living for Ayyappa. ഹൈന്ദവ വിശ്വാസത്തെ പാടെ തകർക്കാൻ ഇറങ്ങിത്തിരിച്ച കമ്മ്യൂണിസ്റ്റ് കാട്ടാളന്മാർക്ക് മുമ്പിൽ ജനം ടി വി തീർത്തത് വലിയ പ്രതിരോധ മതിൽ തന്നെയായിരുന്നു. സുപ്രീം കോടതി വിധിയുടെ പേരിൽ ശബരിമലയിൽ അധികൃതർ കാട്ടിക്കൂട്ടിയ കാട്ടാള നീതി കണ്ണിമ ചിമ്മാതെ ജനങ്ങളിലേക്ക് എത്തിച്ചു. വിശ്വാസങ്ങൾക്കുമേൽ കുതിര കയറാനെത്തിയ അധികാരധാർഷ്ട്യത്തെ നാമജപം കൊണ്ട് മാത്രം നേരിട്ട ഭക്തർ മറ്റു മാധ്യമങ്ങൾക്ക് അക്രമികളും കലാപകാരികളും സമരക്കാരുമായി മാറി. എന്നാൽ ഭക്തർക്കൊപ്പമെന്ന ഉറച്ചു പറഞ്ഞ ജനം ടി വി കമ്മ്യൂണിസ്റ്റ് അഹന്തയെ നിരന്തരം ചോദ്യം ചെയ്തു. ജനം ടി വി ഈ കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദമാണ്. കാലഘട്ടത്തിൻ്റെ ശബ്ദം മാത്രമല്ല, കാലഘട്ടത്തിനും മുന്നിൽ എത്തിച്ചേർന്ന് ആ ശബ്ദം ജനങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതിൽ വളരെയേറെ പങ്കുവഹിച്ച ഒരു മാധ്യമമാണ് ജനം ടി വി. പക്ഷേ ഏതൊരു ചാനലിൻ്റെയും ഏതൊരു മാധ്യമത്തിൻ്റെ ആത്യന്തികമായ കടമ സത്യസന്ധമായി കാര്യങ്ങൾ ആളുകളുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ളത്. ജനം ടി വിയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വളരെയേറെ അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നടന്നിരിക്കുന്നത്. ചാനലുകളെല്ലാം ഒരുപോലെ പല രീതിയിൽ ചെയ്യുന്നുണ്ടാവും. പക്ഷേ സത്യസന്ധമായി കാര്യങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ള പറയുന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മുടെ ജനം ടി വിയാണ് കാണിച്ചു തന്നത്. കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മുൻപിൽ കണ്ണിമ ചെമ്മാതെ അക്ഷരാർത്ഥത്തിൽ ജനം ടി വി ശബരിമല സന്നിധാനത്തിന്റെ കാവലാളായി മാറി.
ഭരണകൂടം എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഹൈന്ദവ വിശ്വാസത്തെ ചവിട്ടിയരയ്ക്കാൻ മുതിർന്നപ്പോൾ ഭക്തർക്ക് ആശ്വാസമായി മാറിയത് ജനം ടി വി ആയിരുന്നു. ശബരിമലയിൽ ആക്ടിവിസ്റ്റുകളെ പ്രവേശിപ്പിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളും ഭക്തർക്ക് നേരെ നടത്തിയ ക്രൂരമായ മർദ്ദനവുമെല്ലാം ജനം ടി വി സധൈര്യം തുറന്നുകാട്ടി. മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ച് സന്നിധാനത്ത് പോലീസ് നടത്തിയ നീക്കങ്ങൾ തത്സമയം ജനം ടി വി ഭക്തരിലേക്ക് എത്തിച്ചു. ശബരിമലയിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിക്കാതിരിക്കാൻ ഭരണകൂടം തീർത്ത മതിലുകളെ ഭേദിക്കാൻ ഹൈക്കോടതിയിൽ നിയമ നടപടിക്കും ജനം ടി വി മുന്നിട്ടിറങ്ങി അനുകൂല വിധിയും സമ്പാദിച്ചു. സന്നിധാനത്തെ ഉദ്വേഗവും ആശങ്കയും നിറഞ്ഞ ഓരോ നിമിഷവും ഇടതടവില്ലാതെ ഭക്തരുടെ സ്വീകരണ മുറികളിലേക്ക് സത്യസന്ധമായി ജനം ടി വിയിലൂടെ എത്തി. ഭക്തർക്കൊപ്പം നിന്ന് സർക്കാർ നീക്കങ്ങളെ ചോദ്യം ചെയ്തതിന് ജനം ടി വിയുടെ മാധ്യമപ്രവർത്തകരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ജയിലിലടയ്ക്കാനും ഭരണകൂടം തുനിഞ്ഞിറങ്ങി. എന്നാൽ ഒരു വെല്ലുവിളിക്ക് മുമ്പിൽ അടിപതറാതെ നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും ഉയർത്തിപ്പിടിച്ച ജനം ടി വി അങ്ങനെ ഒരു ജനതയുടെ മുഴുവൻ മനസ്സ് കീഴടക്കി. ആ പ്രയാണം ഇപ്പോഴും തുടരുകയാണ്. ജനം, പത്തനംതിട്ട.